നമസ്കാരം. ആകർഷകമായ ഓഫറുകൾ വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളെ എത്തിച്ച ശേഷം സാധനങ്ങൾ കൃത്യമായി നൽകിയില്ല എന്ന പരാതിയെ തുടർന്ന് തൊടുപുഴയിലെ കിങ് വേൾഡ് ഫർണിച്ചർ ഷോപ്പിൽ വൻ സംഘർഷം. ഫെബ്രുവരി 7, 8, 9 തീയതികളിലായി പ്രഖ്യാപിച്ച കേരള ബിഗ്ഗസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് സെയിൽ എന്ന പരസ്യം വിശ്വസിച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആളുകളാണ് കടയുടമയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സോഫ സെറ്റുകൾ, ബെഡുകൾ, ഡൈനിങ് ടേബിളുകൾ, വാർഡ്രോബുകൾ തുടങ്ങി കസേരകൾക്കടക്കം ഫർണിച്ചറുകൾക്ക് 50%-ലധികം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലും വിലക്കിഴിവ് പ്രഖ്യാപിച്ചായിരുന്നു സ്ഥാപനം പരസ്യം നൽകിയത്. ഇതനുസരിച്ച് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വലിയൊരു ജനക്കൂട്ടം പുലർച്ചെ മുതൽ ഷോപ്പിന് മുന്നിൽ തടിച്ചുകൂടി. എന്നാൽ ഷോപ്പ് തുറന്നപ്പോൾ പരസ്യത്തിൽ കണ്ട ഉൽപ്പന്നങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ആകെ ഉണ്ടായിരുന്നത് അമിത വിലയുള്ള ഫർണിച്ചറുകൾ മാത്രമാണെന്നും ഉപഭോക്താക്കൾ ആരോപിക്കുന്നു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ സ്റ്റോക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിനെ ഷോപ്പിൽ തന്നെ നിലനിർത്താനും നോക്കി എന്ന ആക്ഷേപവുമുണ്ട്. തൊടുപുഴയിലെ വ്ലോഗറായ അജയനുണ്ണി തൊടുപുഴ ഈ വിഷയത്തിൽ ഇടപെടുകയും തത്സമയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുകയും ചെയ്തതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ഇതോടെ കൂടുതൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഷോപ്പിൽ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു. അജയനുണ്ണി അദ്ദേഹത്തിന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലേക്ക്. ഇവിടുത്തെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഈ പ്രശ്നം ഇവിടെ തീർത്തില്ലെങ്കിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബിസിനസിനെ വളരെയധികം ബാധിക്കും. എനിക്ക് ഇവിടെ ഒരു കച്ചവടം പൊളിക്കണമെന്നോ ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. ചേച്ചി ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാടായിരിക്കും. നിങ്ങൾ തീരുമാനം ഉണ്ടാക്കണ്ടില്ലെന്ന് പറയാം. തീരുമാനം ആവും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിന്റെ പ്രസ്റ്റീജും കാര്യങ്ങളും നിങ്ങളുടെ കച്ചവടം എല്ലാം പോകും. എനിക്കൊരു നാണമില്ലാത്തവനാണ് ഒരു 10 പേരല്ല എന്നെ വിളിച്ചു പറഞ്ഞത്. ഇനി നിങ്ങൾ തീരുമാനം ഉണ്ടാക്കേണ്ടതില്ലാതെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. ആ തീരുമാനം ഉണ്ടാക്കിക്കോണത്. ഇത്രയുള്ളൂ. ഇത് ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ, വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള യൂട്യൂബർമാരും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലത്തെ ഊടായ്പ കേസെടുത്ത് ഇവിടെ നടന്നു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. നാട്ടുകാരെ പറ്റിച്ച് ഇവിടെ കുമളിന്നും കട്ടപ്പനയൊക്കെ നാട്ടുകാർ വന്നാണെങ്കിൽ അവരുടെ പ്രശ്നം ഇവിടെ സോൾവ് ചെയ്തേക്കണം. ലോറി വന്നാൽ നിൽക്കാൻ സൗകര്യമുണ്ടോ? ആ ലോറിക്കാരൻ തട ഇറക്കി തന്നോളില്ലേ? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കാത്തത്? നിങ്ങൾ പറഞ്ഞ കേട്ട് ഞാൻ ഇതുവരെ ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷം വന്ന ഞാൻ നിങ്ങൾ പറയണ കേട്ട് ഇവിടെ ഇത്ര നേരം മിണ്ടാതിരിക്കുകയല്ലേ ചെയ്തത്. മനുഷ്യന് ഇരുന്നിരുന്ന് ചൂടാവും. ഇവിടുത്തെ ചൂടും എല്ലാം കാണുമ്പോഴത്തേക്കും ചൂടാവുക. അപ്പൊ നമ്മൾ ഹൈപ്പർ ആകുന്നതാ. നമ്മൾ വഴക്കൂടാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ തന്നെയാണ് പിടിച്ചിരുത്തിയത്. ഇവിടെ ചേച്ചിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചേച്ചിക്ക് എന്തെങ്കിലും കിട്ടിയോ? കൂറം കിട്ടിയില്ല. ഇപ്പൊ എന്നാ ചേച്ചി മേടിക്കാൻ എനിക്ക് ചെയർ വേണം. ഞാൻ ഇന്നലെ എത്ര രൂപ ചെയർന്ന് പറഞ്ഞേ? ചെയറിന് 100 രൂപ. ഇവിടെ വന്നപ്പോ എന്താ പറയണേ? ചെയർ തരാം. അതേ ഉള്ളൂ. ചെയർ വരണം. ആ ഓക്കെ. പരസ്യം കണ്ടു വന്നാണ്. പ്രീമിയം സോഫ 19,900 കൊടുക്കുമെന്ന് പറഞ്ഞ് വന്നാണ്. ഈ കിടക്കുന്ന എല്ലാം കാണിച്ചാണ് നമുക്ക് പരസ്യം ചെയ്തത്. ഇവിടെ വന്നപ്പോൾ അത് 89,000 രൂപ വരെ, അതിന് പകുതി വിലയാന്ന് പറയുന്നത്. ഞാൻ 9:30 ആയി വന്നത്. ഇന്ന് നാളെ കാലത്ത് കഴിഞ്ഞ് 9:30. തൊടുപുഴ കിങ്സ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തില് മൊത്തം അലമ്പും ബഹളമൊക്കെയാണ്. ആരൊക്കെയോ എവിടുന്നൊക്കെയോ ഏതൊക്കെ യൂട്യൂബർമാർ വന്ന് ഇവിടെ എന്തൊക്കെയോ ചെയ്തിട്ട് ഭയങ്കര വലിയ ഓഫറും വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ട് കട്ടപ്പന, കുമളി, ഈ തോപ്രാംകുടി, അങ്ങനെ എരുമേലി, ശബരിമല എന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ഈ കണ്ടത്. മതിയായ ആളുകൾ, അതായത് ഒരു പാർട്ടി സമ്മേളനം കൂടുന്ന ആളുകൾ നടത്തി വന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഇവിടെ വന്നപ്പം ഈ പറഞ്ഞ വീഡിയോയിൽ കാണുന്ന ഓഫർ ഒന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. ആ ഒരു ബഹളമാണ് ഇതിന്റെ അകത്ത് മുഴുവൻ നടക്കണേ. ഈ പറഞ്ഞ മുതലാളിയെ നോക്കിക്കഴിഞ്ഞപ്പം അദ്ദേഹം അതിലെല്ലാം തെന്നി തിരിച്ച് ഇങ്ങനെ നടക്കണം. അല്ലാണ്ട് വേറെ ഈ ആൾക്കാർ വന്ന ആൾക്കാരുടെ ഒന്നെങ്കിൽ വണ്ടിക്കൂലി കൊടുത്ത് വിടാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഈ പ്രശ്നം പരിഹരിക്കാനോ ശ്രമിക്കുന്നില്ല. തീർച്ചയായും നിങ്ങൾ കാണുക തൊടുപുഴയിലെ കിങ്സ് ഫർണിച്ചർ വേൾഡ് ആണ്. ഞാനൊന്ന് ഇടയ്ക്ക് നിന്നിട്ട് ഞാനും ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ആരെയും വിശ്വാസമല്ല. അപ്പൊ പുള്ളി കച്ചവടം നടത്തുന്നത് എങ്ങനെയാണ്, ഈ നാട്ടുകാരെയൊക്കെ വെറുപ്പിച്ചിട്ട് എങ്ങനെ കച്ചവടം നടത്തുമെന്ന് കാണാം. ബാക്കി നിങ്ങൾ കണ്ടോ.